വർഷത്തിന് ശേഷം ശ്രീകുമാർ എന്ന ഗൃഹനാഥന്റെ സാന്നിധ്യം പേയാട്ട് ശോഭാനിലയത്തിന് പകർന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ആഹ്ലാദമാണ്. രാവിലെ ഞങ്ങൾ എത്തുമ്പോൾ വീട്ടുകാരുമൊത്ത് വരാന്തയിലിരിക്കുന്ന ജഗതി ശ്രീകുമാറിനെ കണ്ടിരുന്നു. ചികിത്സ പുരോഗമിക്കുന്നതിനാൽ തൽക്കാലം ക്യാമറയ്ക്ക് മുന്നിൽ വരേണ്ടെന്നാണ് തീരുമാനം. ജഗതിയുടെ ശോഭേച്ചി എന്ന വിളി കേട്ടിട്ട് 1 വർഷം തികയുമ്പോൾ ആ ഇടവേളയെക്കുറിച്ച് ഭാര്യ ശോഭ ഓർക്കുന്നു. ശോഭച്ചി ശോഭച്ചി എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ 1 വർഷമായിട്ട് ശോഭച്ചി എന്നുള്ള വിളി കേൾക്കണില്ല. അർഹതയുള്ള അച്ഛൻ അരികിലുണ്ടെന്നത് തന്നെ രാജ്കുമാറിനും പാർവതിക്കും ആശ്വാസമാണ്. എനിക്ക് പപ്പയുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് എനിക്കുണ്ട്. ഞാൻ പറയുന്നതല്ല ഉള്ളോർന്ന് മനസ്സിലാവുന്നെങ്കിലും പറയാനായിട്ടുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉള്ളിൽ ഇപ്പോഴുണ്ട്. ഈ വർഷം ഞങ്ങൾ പൂർണ്ണ സന്തോഷമായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ത് പെട്ടെന്നാണെന്നറിയോ ഈ ഒരു റിക്കവറി അദ്ദേഹത്തിന്റെ. ഇതുപോലെ തന്നെ സ്പീഡി റിക്കവറിയാണ്. വിതിൻ 6 months he'll be all right. ജഗതി തന്റെ സിനിമകൾ ആസ്വദിക്കുന്നു, വാർത്തകൾ ശ്രദ്ധിക്കുന്നു, കൊച്ചുമക്കളെ ലാളിക്കുന്നു, കാണാനെത്തുന്നവരെ തിരിച്ചറിയുന്നു. പക്ഷേ മുഖത്ത് അത് പ്രകടമാകുന്നില്ലെന്ന് മാത്രം. വല്ലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പ്രാർത്ഥനകളോടെ മുഴുവൻ സമയവും ജഗതി ശ്രീകുമാറിന് അരികിലുള്ള ഈ കുടുംബം മലയാളികൾക്ക് ഉറപ്പു നൽകുന്നു, പ്രതീക്ഷിച്ചതിലും വേഗം നമ്മുടെ ജഗതി സുഖം പ്രാപിക്കുമെന്ന്. പേയാട് സ്കൈലൈൻ വില്ലയിലെ ശോഭാനിലയത്തിൽ ജഗതി ശ്രീകുമാറിന് സുഖമാണ്. കഴിഞ്ഞ 1 വർഷത്തിന് ശേഷം ഈ വീട്, ഭാര്യ, മക്കൾ ഒരു വിശ്രമ ജീവിതം പോലെ അദ്ദേഹം അത് ആസ്വദിക്കുന്നു. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ആവേശത്തിലല്ല, ജഗതി എന്ന മഹാനടനെ നേരിട്ട് കണ്ടതിന്റെ സന്തോഷത്തിൽ. ക്യാമറമാൻ കിരണിനൊപ്പം